പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാവികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 12-13 വാക്യം വായിക്കുമ്പോൾ യേശു അത് കേട്ടാറെ, ദീനർക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പി. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നാം പാവിയായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. നാം പാവിയാണെന്ന് തോന്നുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയണം. യേശുവിനോട് പറയണം, യേശുവേ, ഞാൻ പാവിയായ ഒരു വ്യക്തിയാണ്, എൻ്റെ പാവത്തെ ഒന്ന് ക്ഷമിക്കണമേ. യേശു നമുക്ക് വേണ്ടി കാൽവരി കുന്നിൽ യാഗമായി തീർന്നു. പഴയ നിയമകാലത്ത് മൃഗങ്ങളെ അവരുടെ പാപത്തിന് പശ്ചാത്താപമായി അവർ മൃഗങ്ങളെ കൊണ്ട് യാഗം അർപ്പിച്ചു. എന്നാൽ യേശു പുതിയ നിയമത്തിൽ യാഗമായി തീർന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി ഇനി മൃഗങ്ങളെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യേശു ഹല്ലേലൂയ യാഗമായി തീർന്നു. അപ്പോൾ ആ യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ കഴിയും. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു പ്രാർത്ഥനാ സ്ഥലത്ത് പോയിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന വിഷയം പറയാൻ വേണ്ടി പോയ സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ബാംഗ്ലൂർ വെച്ചാണ് ഇത് സംഭവിച്ചത്. ഞാൻ പ്രാർത്ഥന വിഷയം പറയാൻ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ആ ദൈവദാസനോട് ചോദിച്ച ഒരു ചോദ്യം: ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? ഞാൻ പാപിയായ ഒരു വ്യക്തിയാകുന്നു. അപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, യേശുവിൻ്റെ രക്തത്തിൽ നിന്റെ പാവങ്ങളെ ക്ഷമിപ്പാൻ കഴിയും. യേശു നിന്റെ രക്ഷിതാവാകുന്നു. യേശുവിനോട് ക്ഷമിച്ചു. ഞാൻ അവിടെ നിന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ പാപിയായ വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മ ഉള്ള എല്ലാ പാപങ്ങളും ഹല്ലേലൂയ ഏറ്റു പറഞ്ഞു. കർത്താവേ, എൻ്റെ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ കഴുകണമേ, നിന്റെ പൈതലാക്കി എന്നെ തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വെയിറ്റ്ലെസ് ആയിത്തീർന്നു. എൻ്റെ ഭാരം മാറിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ വേദനകൾ മാറിപ്പോയി, എൻ്റെ നിരാശകൾ മാറിപ്പോയി. ഒരു സ്വർഗീയ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ വരുവാനിടയായി തീർന്നു. അന്നോട്ട് ഇന്ന് വരെയും ആ സ്വർഗീയ സന്തോഷം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തകരാതെ, ഹല്ലേലൂയ, തളർന്നു പോകാതെ, ഹല്ലേലൂയ, എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ കരുണ കൂടെയുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ പാപിയാകുന്നു തോന്നുമെങ്കിൽ യേശുവിന് നിങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും. രക്താംബരം പോലെ കടുപിന് ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിൻ്റെ രക്തത്തിന് മുൻപാകെ ഏറ്റു പറഞ്ഞു, കർത്താവേ, നിന്റെ പൈതലാക്കി എന്നെ തീർക്കണമെന്ന് ആരെങ്കിലും ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ രക്ഷിക്കപ്പെടും. ആ നിത്യജീവനെ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.